അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നവാസെ, എന്താടാ ഇത്ര അർജൻറ്റ്? ഏയ് ഒന്നുമില്ലടാ. എന്നാലും എന്താ ഇത്ര പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? സാധനങ്ങൾ പേക്കാക്കുകയായിരുന്നു നവാസ്. അവൻ്റെ ഡ്രസ്സുകൾ അതാ പെട്ടിയിൽ അടുക്കി വെക്കുന്നു. അല്ലടാ, ഇതെന്ത് സംഭവം? ഒരു മുന്നറിയിപ്പില്ല, ഇങ്ങനെ നീ പോകാറില്ലല്ലോ. അല്ല, എന്തായാലും ഫാമിലിയൊക്കെ നാട്ടിലല്ലേ, ഇനിയിപ്പോൾ ഓ അങ്ങനെ. അല്ലടാ, സത്യം പറ, നീ ഇനി ഏത് ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നത്? എന്നാൽ നവാസിന് മൗനമായിരുന്നു അതിനുത്തരം. എന്താടാ, ആദ്യം നീ കൊണ്ടുവന്നത് മറ്റൊരു പെണ്ണിനെ, കൂടെ രണ്ട് കുട്ടികൾ, നിന്റെ കുട്ടികൾ തന്നെ. പക്ഷേ ഇപ്രാവശ്യം നീ കൊണ്ടുവന്ന് നിന്റെ ആദ്യ ഭാര്യയെ, കൂടെ അവർ. അല്ല, സത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിനക്ക് എത്ര ഫാമിലിയാടാ? നീ ഭാഗ്യവാനാണ് കേട്ടോ. ഒരാളല്ലെങ്കിൽ ഒരാളെനിക്ക് ഉണ്ടല്ലോ. ഒന്നും മിണ്ടാതിരടാ. ശരിക്കും നവാസ് കുറച്ച് ഗൗരവത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ലേ? അല്ലെങ്കിലും ചില സമയത്ത് ഞാൻ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമാണല്ലോ. ഓക്കെ ഓക്കെ. അല്ല, എന്നിട്ടിപ്പോൾ എപ്പോഴാണ് ഫ്ലൈറ്റ്? അതൊക്കെ ഉണ്ട്. എന്ത് നീ ഇങ്ങനെ അല്ല, നാട്ടിലേക്ക് പോയിട്ട് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ലേ? ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇഷ്ടം പോലെ കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും എന്ത് സാധനം എടുത്തു കൊണ്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് പോലും നീ എന്താ അതൊന്നും നോക്കാത്തത്? വേണ്ട, തൽക്കാലം എൻ്റെ ചെറിയ പെട്ടി മതി, അതിലെനിക്കുള്ള ഡ്രസ്സുകളുണ്ട്. ഓ അങ്ങനെ, എന്തോ ഒന്നുണ്ട്. സത്യം പറയടാ, സത്യം പറയണം. നിനക്ക് എന്താ നിൻ്റെ പ്രോബ്ലം? പറയടാ. തൻ്റെ കൂട്ടുകാരൻ സിറാജ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സിറാജ്, പ്ലീസ്, എനിക്ക് അല്പം ഒരു സമയം എനിക്ക് തരുമോ? ഈ ഒരു ദിവസം എനിക്കൊന്ന് റിലാക്സ് ആവണം. അല്ല, അപ്പം ഇന്ന് ഷോപ്പിലൊന്നും പോകാതെ ഇപ്പം തന്നെ ഇറങ്ങുകയാണോ? സിറാജ്, പ്ലീസ്, എന്നോടൊന്നും ചോദിക്കരുത്. എന്താടാ നീ അങ്ങനെ പറയല്ലേ? എന്തുണ്ടെങ്കിലും നീ എന്നോട് തുറന്ന് പറയാറുണ്ട്. അല്ല, ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ എങ്ങോട്ട്, എന്തിനാ? നിൻ്റെ ഉമ്മാനോട് വിളിച്ച് ചോദിക്കായിരിക്കും നല്ലത്. വേണ്ട, ഒന്നുമില്ല, അത് ഒന്നുമില്ല, പ്രശ്നം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഞാൻ പോയിട്ട് വരാം, വന്നിട്ടൊക്കെ വിശദമായി പറയാം. എടാ, നീ അങ്ങനെ പോവുകയാണോ? അതെ, പുതിയ ഷോപ്പിൻ്റെ പാർട്ട്ണറായിരുന്നു സിറാജ്. അവർ രണ്ടുപേരും വീണ്ടും ഒരു ഷോപ്പിട്ടു. നവാസിൻ്റെ ഷോപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ്സും കാര്യങ്ങളുമുണ്ട് അതിൽ. നിലവിൽ 2 ഷോപ്പുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് സിറാജ് എന്ന കൂട്ടുകാരനുമായി ഒരു മൂന്നാമതൊരു ഷോപ്പും ഇട്ടു. എന്നാൽ പെട്ടെന്ന് നവാസ് പോകുന്നത് സിറാജിന് ആകപ്പാടെ ഒരു ടെൻഷനായി. എന്നാലും നീ പെട്ടെന്ന്, ഞാൻ വരാടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോകാനുണ്ട്. സത്യം പറയടാ, നിലവിൽ നിനക്ക് 2 ഭാര്യമാരുണ്ട്. അതൊക്കെ നീ എന്നോട് പറഞ്ഞതാണ്, അന്നത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ എന്താ അർജൻറ്റായിട്ട് പോകുന്ന കാരണം ഇപ്പം എന്താ? അത് ഒന്നുമില്ല, എൻ്റെ ഭാര്യ. ഭാര്യ? ഏത് ഭാര്യ? എൻ്റെ 2ാം ഭാര്യ, അവൾ മിസ്സിങ് ആണത്രേ. എന്നാൽ അത് കേട്ട് സിറാജ് ഒരു നിമിഷം ഞെട്ടി. എടാ, എന്തു പറ്റി? എന്ത് സംഭവിച്ചതാവോ? ഹോ, ഏതായാലും വല്ലാത്തൊരു. എന്നിട്ട് നീ അതല്ല, കേസ് കൊടുത്തില്ലേ? കേസും കാര്യങ്ങൾ. അല്ല, നിന്റെ അനിയൻ ഷമ്മാസ് എന്താ പറഞ്ഞത്? അന്വേഷണത്തിലാണ്. ഓ, ഓക്കെ. എന്നാൽ അപ്പോൾ തന്നെ അതാ സിറാജ് പുറത്തേക്ക് പോയി. ഞാനിപ്പോൾ വരാം, ഞാൻ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ എയർപോർട്ടിലേക്ക്. അവൻ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സിറാജ് വരുന്നു. എടാ, നീ ഒരുങ്ങിയോ? ആ, എന്നാൽ ശരി. പിന്നെ എന്തിനാടന്ന് ഇങ്ങനെ വെറുതെ? ഏതായാലും നിനക്ക് പോകുമ്പോൾ കുറച്ച് ലഗേജുകൾ കൊണ്ടുപോകും. ഒന്നുമില്ല, നിൻ്റെ മക്കളില്ലേ നിന്നെ കാത്തിക്കുന്നേ? ഒക്കെ ഉണ്ട്. പറഞ്ഞിട്ടെന്താ, ഇപ്പം എനിക്ക് സന്തോഷമില്ല സിറാജ്, പ്ലീസ്. ആ, ഓക്കെ ഓക്കെ. എന്നാൽ എപ്പോഴും ഫ്ലൈറ്റ്? 8:30-ക്കാണ്. ഓക്കെ. പിന്നെ കാര്യങ്ങളൊക്കെ ഷോപ്പിൻ്റെ മറ്റേതൊക്കെ പോലെ മാനേജ് ചെയ്തോളും. പുതിയ ഷോപ്പിൻ്റെ കാര്യം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. തൽക്കാലം നീ ഒന്ന് മാനേജ് ചെയ്യും കേട്ടോ. ഓ, ഓക്കെ ഓക്കെ. എന്നാലും നിൻ്റെ പെട്ടെന്നുള്ളൊരു പോക്ക് എനിക്ക് ആകപ്പാടെ, നമ്മൾ 2 പേരും ഒരുമിച്ച് റൂമിൽ താമസിക്കണേ, നിൻ്റെ ഫാമിലി പോയതിന് ശേഷം അങ്ങനെയൊക്കെ ആയിട്ട് നീ പെട്ടെന്നൊരു പോക്ക് എന്ന് പറയുമ്പോഴേ എനിക്ക് എൻ്റെ മനസ്സാകെ എന്തൊക്കെയോ. ഞാൻ വരാം എന്തായാലും. അല്ലടാ,
നിൻ്റെ ഭാര്യ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞപ്പോഴെനിക്ക് ചെറിയ ടെൻഷനുണ്ട്. അതൊക്കെ ശരിയായിക്കോളും അല്ലേ? ഇൻഷാ അള്ളാക്ക് കിട്ടിയിരിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ ഇതൊന്നും അല്ലല്ലോ, എല്ലാം കണ്ടുപിടിക്കാമല്ലോ. ലൊക്കേഷൻ അനുസരിച്ച് നോക്കിയാൽ തന്നെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒക്കെ എല്ലാത്തിനുള്ള പഴയ പോലെ ഒന്നല്ലല്ലോ, എല്ലാത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ആയില്ലേ. ശരിയാണ്. പക്ഷേ പക്ഷേ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വാ. അങ്ങനെ ഏതാ അവൻ ആ ബാഗുമായി, അവൻ്റെ മനസ്സാകെ ശൂന്യമാണ്. അതെ, സൗദ അവൾ വല്ല കടുങ്കയും ചെയ്തോ എന്നുള്ള ടെൻഷനായിരുന്നു അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, കടുങ്കൈ ചെയ്തോ, അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ശരിയാണ്, അവൾ അവളുടെ സ്വഭാവം വെച്ച് നോക്കിയപ്പോൾ ഞാനും അല്പം സ്ട്രോങ് ആയി, സ്ട്രിക്റ്റായി. കാരണം എനിക്ക് ആവൂല ഇനിയും ഇങ്ങനെ ഇവർ ചെയ്യുന്നതിനനുസരിച്ച് നിൽക്കാൻ ആവൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ. പക്ഷേ അവൾക്ക് കൊടുക്കുന്നതിന് 5 പൈസ പോലും ഞാൻ ഇതുവരെ കുറച്ചിട്ടില്ല. അതെ, അവർക്ക് 2-3 ലക്ഷം ചുരുങ്ങിയത് മാസത്തിൽ അവർ അക്കൗണ്ടിലേക്ക് വന്ന് കയറുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ടറിയാം. അത് ചുരുങ്ങിയതാണ്. അത് കൂടുതൽ ബിസിനസ് നടക്കുകയാണെങ്കിൽ അത് 4-5 ലക്ഷം, 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഞാൻ തടസ്സപ്പെടുത്തിയിട്ടില്ല. കാരണം അവർക്ക് ആ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരരുത് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ പോലും അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. അതും സൗദയുടെ അക്കൗണ്ടിലേക്ക് തന്നെ അത് ക്രെഡിറ്റ് ആവുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതും എല്ലാ മന്ത് മാത്രമല്ല, പോരാത്തതിന് ദിവസത്തിലും. അങ്ങനെ മന്തിലെ ലാഭത്തിൻ്റെത് പോരാത്തതിന്, ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിരിക്കും. ആ കാര്യത്തിൽ അവളെ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടില്ല. ശരിയാണ്, അവളോട് ഞാൻ മിണ്ടലും പറയലുമില്ല. ഓക്കെ, അവളെ ഞാൻ വിളിക്കാറില്ല, അവളോട് ഞാൻ സംസാരിക്കാറില്ല, ഒന്നുമില്ല. പക്ഷേ ക്യാഷിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അവൾക്ക് ഒരു 5 പൈസയും കുറച്ചിട്ടില്ല. കുറക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വേണ്ട, എൻ്റെ ഭാര്യയും കുഞ്ഞും സുഖമായി ജീവിക്കട്ടെ, അത് എവിടെയൊക്കെ തന്നെ ആയാലും എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ. അല്ല, നീ വരുന്നത് സർപ്രൈസ് ആണോ? വീട്ടിലാർക്കെങ്കിലും? ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഷമ്മാസിനോടെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ടൈമും കാര്യങ്ങളും വേണ്ട. അങ്ങനെ അതാ അവർ അല്പസമയം കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെത്തി. എടാ സിറാജ്, എന്നാൽ അവൻ വേഗമെടുത്ത് അതാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിറാജിനെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ. കരയേ? എന്തിനാ കരയുന്നത്? നീ നിൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് പോകല്ലേ? സാരല്ല, ഒക്കെ റെഡിയാവും, ഒന്നും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എന്നാൽ പെട്ടെന്ന് സിറാജ് ഡിക്കി തുറന്നു. എടാ, നീ പോവല്ലേ? ഇതുകൂടെ കൊണ്ടുപോയിക്കോ. നിൻ്റെ മക്കൾ, ശരിയാണ്, നിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. നീ തികച്ചും, നിൻ്റെ മനസ്സ് വളരെയധികം വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നീ ഇത് കൊണ്ടുപോയിക്കോ. എടാ, അതെ, ഇത് ലഗേജ്, ഇത് ഞാൻ നിനക്ക് വേണ്ടി. ഇതൊക്കെ എന്തിനാടാ? ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലെങ്കിലും നിന്നെ കാത്തിരിക്കുന്ന ആ പിഞ്ചു പൈത മക്കളുണ്ട്. അവരുടെ സന്തോഷമെങ്കിലും നീ കാണാതെ പോകരുത്. അവൻ തന്നെ അത് ആ ട്രോളിയിലേക്ക് അത് കയറ്റി വെച്ചു. അതെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പെട്ടി. എടാ, ഇതൊന്നും അത് സാരല്ല, നീ പോ. സന്തോഷത്തോടു കൂടി സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവർ അതാ പിരിയുന്നു. സിറാജിന് നവാസ് പോകുന്നത് അല്പം വിഷമം തോന്നി. കാര്യം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അവനുണ്ടാവുമ്പോൾ ഒരു സന്തോഷമാണ്, സമാധാനമാണ്, സുഖമാണ്. അവന് ബിസിനസ് ചെയ്ത് നല്ല പരിചയമുള്ള ആളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല. എങ്കിലും ഞാനും അവനും പാർട്ട്ണറായിട്ട് തുടങ്ങിയത് അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അങ്ങനെ അതാ അവൻ എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു. വിവിധ രാജ്യക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, എല്ലാവരും അവരുടേതായ തിരക്കുകളിൽ. എയർപോർട്ടിൻ്റെ വലിയ ഗ്ലാസ് ഡോറിലൂടെ അവൻ അകത്തേക്ക് കയറുമ്പോൾ ചുറ്റുമുള്ളവർ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഫൈനലി നാട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം. ഉമ്മയെ കാണണം, മക്കൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും, അങ്ങനെ ഓരോരുത്തരും ചിരിച്ചുകൊണ്ട് ഓരോ സ്വപ്നങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ നവാസ് മാത്രം മിണ്ടാതെയിരുന്നു. കാരണം ഇത്തവണത്തെ യാത്ര അവന് സന്തോഷത്തിൻ്റെതായിരുന്നില്ല, അതൊരു ഭയത്തിൻ്റെ യാത്രയായിരുന്നു.
തൻ്റെ രണ്ടാം ഭാര്യയായ സൗദയെ 2 ദിവസമായി കാണാനില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. അതിനെക്കുറിച്ച് ഒരു വിവരവും ഒന്നുമില്ല. എന്നാൽ ആ വാർത്ത കേട്ട നിമിഷം മുതൽ നവാസിൻ്റെ ഉള്ളം പൂർണ്ണമായും തകർന്നിരുന്നു. റബ്ബേ, എൻ്റെ കുഞ്ഞ്. ഞാൻ എത്രയൊക്കെ തന്നെ മിണ്ടാതിരുന്നാലും അതെ, എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ അവള്. അതുകൊണ്ട് കുറച്ചുകൂടി ഇങ്ങനെ നിൽക്കട്ടെ. അവൾക്കുള്ള ചിലവിലുള്ള ക്യാഷും എല്ലാം ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ കാലുകൾ പോലും തളരുന്ന പോലെ തോന്നി. സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സർ, വിൻഡോ സീറ്റ് ഓക്കെ? നവാസ് തലകുനിച്ചു. സംസാരിക്കാൻ പോലും അവന് ശക്തിയില്ലായിരുന്നു. പാസ്പോർട്ട് കൈമാറുമ്പോൾ കൈകൾ വിറക്കുന്നത് സ്റ്റാഫ് ശ്രദ്ധിച്ചു. സർ, ആർ യു ഓക്കെ? അത്രമാത്രം പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ പോലും ജീവനില്ലായിരുന്നു. അത്രക്കും ഭയമായിരുന്നു. സൗദയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഇത്രയും അവളോട് മിണ്ടാതിരിക്കേണ്ടില്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ? എമിഗ്രേഷൻ കഴിഞ്ഞ് അതാ നവാസ് ഡിപ്പോർച്ചർ ലോഞ്ചിൽ ഇരുന്നു. ചുറ്റും കുട്ടികളുടെ ചിരി, ഷോപ്പിംഗ് ബാഗുകൾ, സെൽഫികൾ, സന്തോഷം. പക്ഷേ നവാസിൻ്റെ കണ്ണുകൾ മാത്രം മൊബൈൽ സ്ക്രീനിൽ. ഒരുപക്ഷെ സൗദ ഇപ്പോൾ വിളിച്ചേക്കുമോ? ഒരു മെസ്സേജ് വന്നേക്കുമോ? ഓരോ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴും അവൻ ഞെട്ടി ഫോൺ എടുത്തു നോക്കും. പക്ഷേ എല്ലാം ശൂന്യമായിരുന്നു. അതെ, സൗദയുടെ മെസ്സേജോ കോളോ അല്ല. അവൻ വാട്സപ്പ് തുറന്നു. ലാസ്റ്റ് സീൻ ലോങ് അഗോ. അവളെന്നോ വാട്സപ്പിൽ നിന്ന് പോയിട്ടുണ്ട്. അതെ, അതിന് ദിവസങ്ങളില്ല, മാസങ്ങളില്ല. ആ വരി കണ്ട നിമിഷം അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. ബോർഡിംഗ് അനൗൺസ്മെൻറ്റ് വന്നു. പാസഞ്ചേഴ്സ് ട്രാവലിംഗ് ടു കോഴിക്കോട്. ആ ശബ്ദം കേട്ടപ്പോൾ ചുറ്റുമുള്ളവർ സന്തോഷത്തോടെ എഴുന്നേറ്റു. പക്ഷേ നവാസ് മാത്രം ഭാരമുള്ള ഹൃദയത്തോടെ എഴുന്നേറ്റു. ജീവിതത്തിൽ ആദ്യമായിരിക്കാം നാട്ടിലേക്ക് പോകാൻ അവന് ഭയം തോന്നിയത്. ബിസിനസ് ക്ലാസ്സിലായിരുന്നു സീറ്റ്. സാധാരണയായി ആ യാത്ര അവന് വളരെ ഇഷ്ടമായിരുന്നു. സുഖമുള്ള സീറ്റ്, നല്ല ഭക്ഷണം, ശാന്തത. പക്ഷേ അന്നത്തെ ദിവസം അവയെല്ലാം അവന് ശിക്ഷ പോലെ തോന്നി. അവൻ സീറ്റിലിരുന്നു. വിൻഡോ ഷെയ്ഡ് തുറന്നു. പുറത്ത് റൺവേയിലെ ലൈറ്റുകൾ. അവൻ്റെ മനസ്സിൽ മാത്രം ഇരുട്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. വിമാനം പതുക്കെ മേഘങ്ങൾക്കിടയിലേക്ക് കയറി. താഴെയുള്ള നഗരം ചെറുവിളക്കുകളായി മാറി. നവാസ് മേഘങ്ങളിലേക്ക് നോക്കി. ആ മേഘങ്ങൾ പോലും അവനെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. നിനക്ക് സമാധാനമുണ്ടാകില്ല എന്ന് പറയുന്ന പോലെ. പെട്ടെന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ തലതിരിച്ചു. ആരും കാണരുത്. പുരുഷന്മാർ കരയുന്നത് ലോകം കാണാൻ ഇഷ്ടപ്പെടില്ലല്ലോ. കുറച്ചു സമയത്തിന് ശേഷം ഒരു ഹെയർ ഹോസ്റ്റസ് അവൻ്റെ അടുത്തേക്ക് വന്നു. എക്സ്ക്യൂസ് മീ സർ. അവൻ തല പൊക്കി നോക്കി. വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? അവൻ പതുക്കെ തലകുലുക്കി. വേണ്ട. കോഫി, ജ്യൂസ്? നത്തിങ്. അവൾ അല്പനേരം അവനെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ എന്തോ തകർച്ച അവൾ കണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ വീണ്ടും വന്നു. ഇത്തവണ ചെറിയൊരു ട്രേ കയ്യിൽ. സർ, അറ്റ്ലീസ്റ്റ് ഹാവ് സം വാട്ടർ? നവാസ് വെള്ളം വാങ്ങി. പക്ഷേ കുടിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. കയ്യിൽ പിടിച്ച ഗ്ലാസ് ചെറുതായി വിറച്ചു. അത് കണ്ട എയർ ഹോസ്റ്റസ് പതുക്കെ ചോദിച്ചു, ആർ യു വറീഡ് അബൌട്ട് സംതിങ്? ആ ചോദ്യം കേട്ട നിമിഷം അവൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന സങ്കടം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പക്ഷേ അവൻ സ്വയം പിടിച്ചു നിന്നു. നത്തിങ്, നോ പ്രോബ്ലം. അവൾ ചെറുചിരിയോടെ പറഞ്ഞു. സംടൈംസ് പീപ്പിൾ ട്രാവലിംഗ് അലോൺ ക്യാരി ദ ഹെവിയസ്റ്റ് ലഗേജ്. ആ വാക്ക് കേട്ടപ്പോൾ നവാസിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. കാരണം അവൾ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ്റെ കയ്യിലെ ബാഗിനേക്കാൾ ഭാരമുള്ളത് അവൻ്റെ മനസ്സിലായിരുന്നു. വിമാനം മേഘങ്ങൾ കീറി മുന്നോട്ട് പോവുകയായിരുന്നു. പുറത്ത് ചെറിയ മഴ. വിൻഡോവിൽ മഴത്തുള്ളികൾ പതിഞ്ഞു. ആ തുള്ളികൾ താഴേക്കൊഴുകുമ്പോൾ നവാസിന് തോന്നി, ഇത് മഴയല്ല, എൻ്റെ ജീവിതം തന്നെ ഉരുകിപ്പോകുകയാണ്. അവൻ കണ്ണുകൾ അടച്ചു. സൗദിയുടെ മുഖം ഓർമ്മ വന്നു. അവളുടെ ചിരി. അവൾ അവസാനമായി പറഞ്ഞ വാക്ക്. ഞാൻ അവളോട് പറഞ്ഞ ആ വാക്ക്. ആ ശബ്ദം വീണ്ടും വീണ്ടും അവൻ്റെ ചെവിയിൽ മുഴങ്ങി. എവിടെയാ നീ?
നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? അതെ, എനിക്ക് ദേഷ്യവും സങ്കടം വന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത്. പക്ഷേ നിനക്കൊരിക്കലും ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്ത് ചെയ്യാൻ, എൻ്റെ വാക്കിന് തീരെ വില കൽപ്പിക്കാതെ നീ പോയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയായി തീർന്നത്. ആവില്ല, എല്ലാവരുടെയും സ്വഭാവം കൊണ്ട് എൻ്റെ മനസ്സ് കല്ലായി പോയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ. അവൻ വിതുമ്പിപ്പോയി. രാത്രി കൂടുതൽ ആഴത്തിലേക്ക് പ്രവേശിച്ചു. ക്യാബിനിലെ ലൈറ്റുകൾ ഡിം ചെയ്തു. മറ്റുള്ളവർ ഉറങ്ങി. പക്ഷേ നവാസിന് ഉറങ്ങാനായില്ല. അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. കറുത്ത ആകാശം, അതിനിടയിൽ ചെറിയൊരു ചന്ദ്രപ്രകാശം. അവന് തോന്നി, ജീവിതവും ഇങ്ങനെയാണോ? വലിയ ഇരുട്ടിനിടയിൽ ചെറിയ പ്രതീക്ഷ മാത്രം. പെട്ടെന്ന് ടർബ്യുലൻസ് തുടങ്ങി. വിമാനം അല്പം കുലുങ്ങി. ചിലർ പേടിച്ചു. എന്നാൽ നവാസ് മാത്രം അനങ്ങാതെ ഇരുന്നു. കാരണം അവൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനേക്കാൾ വലിയ ടർബ്യുലൻസ് ലോകത്തിൽ വേറെയില്ലായിരുന്നു. എയറോസ്റ്റസ് വീണ്ടും വന്നു. സർ, യു ഷുഡ് ട്രൈ ടു സ്ലീപ്പ്. നവാസ് ചെറിയൊരു ചിരി ചിരിച്ചു. ഉറക്കം വരാൻ മനസ്സിന് സമാധാനം വേണം. അവളൊന്നും പറഞ്ഞില്ല. അവൾക്ക് പോലും മറുപടിയില്ലായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പൈലറ്റ് അനൗൺസ്മെന്റ് വന്നു. വി ആർ പ്രിപ്പയറിംഗ് ഫോർ ലാൻഡിംഗ് അറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കാലിക്കറ്റ്. ആ വാക്കുകൾ കേട്ടപ്പോൾ നവാസിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ സത്യമറിയാം. സൗദ, നീ എവിടെയാണ്? സൗദ, നീ എന്നെ വിട്ട് പോയോ? സൗദ, നമ്മുടെ കുഞ്ഞിനെ വിട്ട് നീ പോയോ? സൗദ മോളെ, പ്ലീസ്, നീ എവിടെയാണ്? സൗദ. അതെ, അവൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമം. വേണ്ടിയിരുന്നില്ല, സൗദയെ ഇത്രമാത്രം വേദനിപ്പിക്കേണ്ടില്ലായിരുന്നു. അവൾ എന്നങ്ങനെ പോയെന്ന് കരുതി ഇത്രമാത്രം അവളോട് മിണ്ടാതെയും പറയാതെയും നീ നിന്നില്ലോ? നവാസ് അവനോട് തന്നെയായിട്ട് ചോദിച്ചു. സൗദ എവിടെയാണ്? അവൾ ജീവനോടെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ റബ്ബേ, എന്തിന്? ആ ചിന്ത പൂർത്തിയാക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. വിമാനം പതുക്കെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. പുറത്ത് കേരളത്തിൻ്റെ മഴമണവും ഇരുണ്ട ആകാശവും. നവാസ് വിൻഡോയിലൂടെ താഴേക്ക് നോക്കി. അവൻ്റെ സ്വന്തം നാട്. പക്ഷേ ഇത്തവണ ആ നാട്ടിലേക്കുള്ള മടങ്ങിവരവ് സന്തോഷത്തിൻ്റേതല്ല. ഒരു മനുഷ്യൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ യാത്രയായിരുന്നു അത്. വിമാനം റൺവേയിൽ ടച്ച് ചെയ്തു. ആ നിമിഷം എല്ലാവരും സന്തോഷത്തോടെ ഫോൺ ഓൺ ചെയ്തു. ഞങ്ങളെത്തി, ഞങ്ങൾ ഇറങ്ങി, ലാൻഡ് ചെയ്തിട്ടോ. ഇറങ്ങിക്കണ്, ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ദാ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജുകൾ, വോയിസുകൾ അയക്കാൻ തുടങ്ങി. പക്ഷേ നവാസ് മാത്രം കണ്ണുകൾ അടച്ചിരുന്നു. കാരണം അവനറിയാമായിരുന്നു, ഈ യാത്ര അവസാനിച്ചിട്ടില്ല. അവൻ്റെ യഥാർത്ഥ വേദന ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. റബ്ബേ, സൗദ എങ്ങാനും ജീവനോടെ ഇല്ല എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് റബ്ബേ ഒരു ജീവിതം? സൗദ മോളെ, നിന്നോട് ഒരിക്കൽ പോലും ദേഷ്യമുണ്ടായിട്ടല്ല, പക്ഷേ എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. കാരണം എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാണായി പിറന്ന എനിക്ക് ഈ ദുനിയാവിൽ ഒരു വിലയില്ലേ എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അത്രയൊക്കെ പറഞ്ഞിട്ടും നീ എൻ്റെ വാക്കുകൾ നിരസിച്ചു കൊണ്ട് പോയി. പക്ഷേ സൗദ, ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ ജീവിത വഴി തടഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി ഇഷ്ടം പോലെ ക്യാഷ് ഇപ്പോഴും അഴിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് നീ എന്തിനു പോയി? അതെ, നീ ഒന്ന് എൻ്റെ സാന്നിധ്യമില്ലാതെയും നിനക്ക് ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ കരുതിയത്. നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ. കാരണം നീ നിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി തിരിച്ചവളാണ്. അതുകൊണ്ട് തന്നെ ഞാനില്ലെങ്കിലും നിനക്ക് ക്യാഷ് മതിയല്ലോ. ക്യാഷ് ഉണ്ടായാൽ നിനക്ക് എങ്ങനെയും ജീവിക്കാമല്ലോ. അത്രക്കും വലിയ വീട്, കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റാക്കി തന്നു. പോരാത്തതിന് ഇഷ്ടം പോലെ ക്യാഷ്, അതൊക്കെ നിനക്ക് തന്നിട്ട് പോലും നീ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്നെ ഒരു കടുകുമണിയുടെ വില പോലും എന്നെ നീ കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ നിന്നെ വിളിക്കാതിരിക്കില്ലായിരുന്നു. എന്ത് ചെയ്യാൻ? നവാസിന് അങ്ങേയറ്റം സങ്കടമുണ്ട്. അതെ, അവൻ എയർപോർട്ടിൽ അതാ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ടാകും. പക്ഷേ നവാസിന് അതൊന്നും ചിന്തയില്ല.
എന്നാൽ ഈ സമയം അതാ പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിക്കതിയെയും ഹസീനയും ഒരിക്കൽ പോലും സത്യം പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, സൗദയെക്കുറിച്ചുള്ള ആ കാര്യം പുറത്തു വിട്ടുകഴിഞ്ഞാൽ സൗദയെ അവർ പൊക്കും. പൊക്കിയിട്ട് അവളോട് ഓരോന്നോരോന്നായി ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ആ ഒരു മണിമാളികകളിലെ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. അതുമാത്രമല്ല, ഹസീനയുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നതും എല്ലാം അവർ കാണും. അതെ, അത് സൗദയുടേതാണ്. അതൊരിക്കലും അവർ കൊടുത്തിട്ടില്ല, അത് വിറ്റുപോയി എന്നാണ് പറഞ്ഞത്. അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം നിമിഷങ്ങൾക്കകം അവർ പിടിച്ചെടുക്കും. അതെ, മാസത്തിൽ എത്ര ലക്ഷങ്ങളാണ് വന്ന് കയറുന്നത്. ആ കയറുന്ന ക്യാഷുകൾ അതെല്ലാം ഒരുക്കി കൂട്ടി അവർ ബാങ്കിൽ നിന്ന് പല തവണകളായി പിൻവലിച്ച് അവർ സേവ് ചെയ്തു വെച്ചത്, അതെല്ലാം അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും സൗദിയെക്കുറിച്ച് അവർ പറഞ്ഞില്ല. അതറിയില്ല എന്ന് തന്നെ പറഞ്ഞു. സത്താറിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അതെല്ലാം കള്ളം പറഞ്ഞു, ക്യാഷ് 50 ലക്ഷം കിട്ടുവാൻ വേണ്ടി കള്ളം പറഞ്ഞ് കെട്ടിച്ചമച്ചതാണ് എന്നും പറഞ്ഞു. അങ്ങനെ അയാൾ ജയിൽ മോചിതനാകാനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുതീർന്നു. പക്ഷേ സൗദ എവിടെ? അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവൾ എവിടെ? അവളെ എങ്ങോട്ടാണ് നിങ്ങൾ പറഞ്ഞയച്ചത്? പക്ഷേ അവർ അറിയില്ല സാറേ. എന്നാൽ അതാ കുഞ്ഞിക്കതിയേക്ക് കണക്കിന് കിട്ടിത്തുടങ്ങി. ഷമ്മാസ് പറഞ്ഞിരുന്നു അവരെ വെറുതെ വേദനിപ്പിക്കണ്ട എന്നുള്ളത്, സ്ത്രീകളല്ലേ എന്നുള്ള രീതിയിൽ. കാരണം സ്ത്രീകളെന്ന് പറഞ്ഞാൽ പലർക്കും കുശുമ്പും കുന്നായ്മയുമായി നടക്കുന്നവരുണ്ടാകും. അവരെ തല്ലിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഷഹർബാൻ്റെ പലതവണയുള്ള ചോദ്യം, പറ എവിടെ, സൗദ എവിടെ? അറിയില്ല, അറിയില്ല. എന്തെങ്കിലും ഒന്ന് പറയൂ. അറിയില്ല എന്നതല്ലാതെ സത്യം മറച്ചു വെച്ചാൽ ഇനിയും ശിക്ഷ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയതാ ഷഹർബാൻ അല്പം സ്ട്രോങ്ങോടുകൂടി കുഞ്ഞിക്കതിയുടെ തൊട്ടടുത്തായിട്ടിരുന്നു. പറയണം, എവിടെ സൗദ? ഓ, അറിയാത്തത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുക? എന്നെ തല്ലി കൊല്ലാണല്ലേ എന്നെ. പിന്നെന്താ, സത്യം പറയുന്നതിന് ഒരു തല്ല് പോലും തരില്ല. ഞാൻ തല്ലരുത്, ഞാൻ ഒരിക്കൽ പോലും അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ തല്ലിയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ സത്യം പറഞ്ഞില്ലെങ്കിൽ ചില ശിക്ഷാമുറകൾ പ്രയോഗിക്കപ്പെടുന്നതായിരിക്കും. പറയണം, എവിടെ? അറിയില്ല, അറിയില്ല. ഷഹർബാൻ, കുറച്ച് വെള്ളം കൊടുത്തേക്ക്. അവർ സത്യം പറഞ്ഞിട്ട് ഒന്നും ആവില്ല. വല്ലാത്തൊരു തൊലിക്കെട്ടി തന്നെ. എത്രയൊക്കെ തന്നെ പറയിപ്പിച്ചിട്ടോ. ആ, കുറച്ച് വെള്ളം. ആ, വെള്ളം തരൂ. വെള്ളമൊക്കെ തരാം. വെള്ളം തരുന്നതിന് ഇവിടെ തടസ്സമല്ല. പക്ഷെ ഇത്ര തവണ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം. ഹസീന പറയടി, നിൻ്റെ ഇത്താത്ത സൗദയുടെ? അറിയില്ല, എനിക്കറിയില്ല. ഓ, കരയല്ല, കരഞ്ഞ് മോങ്ങലൊക്കെ പിന്നെ അറിയാം. നിങ്ങൾ എന്തിനാണ് ഈ കളവ് പറയുന്നത്? എത്രയൊക്കെ ഇതിനേക്കാളും വലിയ ശിക്ഷ ഞാൻ എടുക്കട്ടോ. ദാ സൂചി നഖത്തിനുള്ളിലൂടെ കയറ്റും. താനേ അങ്ങ് നിങ്ങൾ വിളിച്ച് പറയും. അത് ആ ഒരു ശിക്ഷാമുറ എടുക്കണോ വേണ്ടയോ? വേണ്ട, ഞങ്ങളെ കൊണ്ട് താങ്ങാനാവില്ല. ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെ സമാധാനിക്കുക? എന്നാൽ ഈ സമയം അതാ നജീബ് പറയുന്നു, ഷഹർബാൻ അവിടെ കിടക്കട്ടെ, ലോക്കപ്പിൽ 2 ദിവസം വാ, നമുക്ക് ഒരു റൈഡിങ്ങും കൂടെ ഉണ്ട്. അതെ, നിങ്ങളെ വീടിൻ്റെ ആ ഒരു കീ അത് ഇപ്പോൾ എൻ്റെ കയ്യിലാണുള്ളത്. ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ, അതെൻ്റെ കൈകളിലുണ്ട്. ഞങ്ങൾക്ക് ഒന്നുകൂടെ റൈഡ് നടത്താനുണ്ട്. സാറേ, അവിടെ എന്തെങ്ങൾ പോയിട്ട് അവിടെ ആരുമില്ല. അവിടുത്തെ 2 ആൾക്കാർ ഇവിടെ തന്നെ. നിങ്ങൾ എന്തെങ്ങനെ? നോ, ഷട്ട് അപ്പ് യുവർ മൗത്ത്സ്. നജീബ് അവരോട് പറഞ്ഞു. അതെ, പോലീസിൻ്റെ ഡ്യൂട്ടി പോലീസ് ചെയ്തിരിക്കും. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഒരുപാട് കരഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് ഡ്യൂട്ടി ചെയ്യാതിരിക്കില്ല. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? കള്ളത്തരം ചെയ്യുന്നവർക്കല്ലേ പേടിയുണ്ടാവുള്ളൂ. കള്ളം പറഞ്ഞവർക്കേ പേടിയുണ്ടാവുള്ളൂ. കള്ളത്തരം ചെയ്യുന്നവർക്കേ പേടിയുണ്ടാവുള്ളൂ. കള്ളത്തരം ചെയ്യാത്ത ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ. എന്തിന് പേടിക്കണം? അതെ, നോക്കട്ടെ, ഒന്ന് റൈഡ് ചെയ്ത് നോക്കട്ടെ. വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉണ്ടല്ലോ. ഓ, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിയ വീട്. ആ വീട്
അങ്ങനെ അങ്ങ് വിട്ടൊഴിച്ചാൽ പറ്റില്ല. ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. സാറേ, നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ല, അവിടെ നിന്ന് ഒന്നുമില്ല, എന്തിനാ നിങ്ങൾ പോണത്? ഹലോ കുഞ്ഞിക്കദ്യ, നിങ്ങൾ തൽക്കാലം ഞങ്ങളെ കസ്റ്റഡിയിലാണ് 2 ദിവസം. നിങ്ങളിവിടെ കിടക്കേ. നിങ്ങൾക്കുള്ള ശിക്ഷ വരാൻ നിൽക്കണേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. നിങ്ങൾ ആനക്കള്ളത്തികൾ രണ്ടും വായ തുറന്ന കളവ് പറയുന്നവർ. സാറേ, അങ്ങനൊന്നും പറയല്ലേ. സത്താറിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ തുറന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഒരുപാട് ചോദിച്ച് ശിക്ഷയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ ആ ഒരു താത്തയുടെ വാക്കുകളും കൂടി കേട്ടപ്പോൾ നിങ്ങൾ അതിലേക്ക് അങ്ങോട്ട് ആയി. എന്തിനാ നിങ്ങൾ വേറുള്ളവരെ കൊണ്ട് ഇത്രമാത്രം മോശമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്? നിരപരാധികളായ ആളുകളെ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞാലേ അവരുടെ മനസ്സ് എത്ര വേദനിക്കും. ജയിലെന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കുന്നത് മണിയറല്ല. നിങ്ങൾക്കത് അനുഭവിക്കാം വൈകാതെ തന്നെ. അങ്ങനെ എന്തിനു ഞങ്ങൾ ജയിലിൽ കയറ്റണം? അതല്ല, ഒരുത്തനെ വെറുതെ ജയിലിൽ കയറ്റിയതേ, നിരപരാധിയായ ആളെ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് അറിയണ്ടേ? സാറേ, നിങ്ങൾ അങ്ങനൊന്നും പറയില്ലേ. ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല. 2 ദിവസം ലോക്കപ്പിൽ കിടക്കി. ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നേ ഉള്ളൂ. അങ്ങനെ അങ്ങ് വിടാൻ വരട്ടെ. ഇത് ചില ആളുകളുടെ ദുനിയാവിൽ ഇവിടെ ഇങ്ങനെ വിലസന്. അതെ, അവർക്ക് മറ്റൊന്നുമല്ല, അവരിങ്ങനെ വിലസന് കാണുമ്പോഴേ തെറ്റുകൾ ചെയ്ത് അവരിങ്ങനെ വിലസാണ്. പൊന്നു സാറേ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നുമില്ല. പക്ഷേ ചില മനുഷ്യന്മാരെ നമ്മൾ ഉപദ്രവിച്ചാലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല ശിക്ഷ കിട്ടും, ജാമ്യമില്ലാത്ത. പിന്നെ നിങ്ങളെന്താ പറഞ്ഞത്? മാനസിക രോഗിയായ അവൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയിന്ന്. പ്രത്യേകിച്ച് മാനസിക രോഗിയൊക്കെ ആയ ആളുകളെ നിങ്ങളൊക്കെ പീഡിപ്പിച്ചാലേ ജാമ്യമില്ല കേസായിരിക്കും. മനസ്സിലായല്ലോ? നജീബ് സാറിൻ്റെ വാക്ക് കേട്ട് ഒരു നിമിഷം കുഞ്ഞിക്കദ്യ ഞെട്ടിത്തെരിച്ചു. ഹസീന പറഞ്ഞു, ഉമ്മ ഒക്കെ സമ്മതിച്ചാണ് കൊടുത്താലും. എടി പെണ്ണെ, സമ്മതിച്ചു കൊടുത്തിട്ട് എന്താ? പിന്നെ ഇജ്ജ് എന്തോണ്ടാ തിന്നുക? മുണുങ്ങണല്ലോ എനിക്ക് 4 നേരം. എന്തോണ്ടാ ഇജ്ജ് മുണുങ്ങുക? അതെങ്ങാനും കണ്ടുപിടിച്ച് പൈസ എങ്ങാനും ഇതായി കഴിഞ്ഞാലേ കഴിഞ്ഞു കഥ. പിന്നെ എൻ്റെ ഈ സുഖജീവിതം നിൽക്കും. ഇജ്ജ് നല്ലോണം സുഖിച്ചില്ലേ? എൻ്റെ കൂട്ടുകാരി മറ്റുള്ളവരൊക്കെ കയറ്റി കൊടുന്ന് കണ്ട് ലാസ്റ്റ് ഇപ്പം നമ്മൾ ജയിലിലാണ്ട് അവസ്ഥയായിപ്പോയി. ഈ ലോക്കപ്പിൽ കിടക്കുമ്പോൾ എന്നെക്കൊണ്ടാവില്ല. ആവൂലിങ്ങനെ സഹിക്കണം, അല്ലാതെ ഇപ്പം എന്താ? അതാണ് കണ്ണി കണ്ട ആൾക്കാരായിട്ട് കളിക്കാൻ പാടില്ല. ഉമ്മങ്ങളല്ലേ അവനെ വിളിച്ചു വരുത്തിയത്, സത്താറിനെ വിളിച്ചു വരുത്തിയതും കല്യാണം. ഞാനിടെ എന്നെക്കൊണ്ട് കെട്ടിക്കാന്ന് വിചാരിച്ചിട്ടില്ല, എൻ്റെ താത്താനെ കൊണ്ട് വിചാരിച്ചിൻ്റെത്. പക്ഷെ ഒപ്പോത്തിന് ഈ എന്തായി, ഓനാണ്ട് പാട്ടിലാക്കി. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാലോണ്ട് ഒന്നായി. ലാസ്റ്റ് ഇപ്പം ഇങ്ങനെയായി. ഉമ്മങ്ങളൊന്ന് മിണ്ടാന്നാണ്. നിങ്ങളെന്നല്ലേ വീട്ടിൽ കൊടുന്നത്? എന്നെ ഡ്രൈവിങ് പഠിപ്പിക്കൽ എന്തൊക്കെയായിരുന്നു. ഇപ്പം എന്തായി? സഹിച്ചോ, അനുഭവിച്ചോ? ഉമ്മ, നിങ്ങളെന്നെ വിളിച്ചു വരുത്തിയത് കേട്ടോ. ഞാൻ കമ്പനിയെ വിചാരിച്ചിട്ട് നിങ്ങളല്ലേ വിളിച്ചു വരുത്തിയത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ താത്താക്കും വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു രണ്ടാളും കൂടി സുഖിക്കൽ. ഇപ്പം എന്തായി? മാളിൻ്റെ മുകളിൽ ഇറങ്ങി വരൂലേനോ? എന്നെ കുറച്ച് ദിവസം വേലക്കാരിയാക്കിയും അവിടെ നിർത്തിയില്ലടി ഈ ഉമ്മങ്ങൾ അതൊന്നും പറയില്ല. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പേടിയാണ്, എനിക്ക് പേടിയാണ്. ഇനി അടുത്ത ശിക്ഷയും കൊണ്ട് എന്താന്നാവും വരിക. വല്ലാത്തൊരു പുതുമന്നെ. ശരിക്കും ഹസീന കരയുകയായിരുന്നു. വല്ലാതെ മോങ്ങണ്ടടിയൊക്കെ സഹിച്ചോ, അല്ല അപ്പം എന്താ. എന്നാൽ അതിനിടയിൽ അതാ നജീബ് അവരുടെ ഹസീനയുടെയും സൗദിയുടെയും ഉപ്പയുടെ നമ്പറിലേക്കും അതാ വിളിക്കുന്നു. ഹലോ, ഇത് അബൂബക്കർക്കല്ലേ? അതെ മോനെ, ഇതാരാണ്? ഇത് പോലീസിൽ നിന്നാണ്. അത് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരുമോ? പോലീസ് സ്റ്റേഷൻക്കോ? എന്തേ? അല്ല ഒന്നുമില്ല, വെറുതെയോ? എന്ത് സർ കാര്യം? ഞാനൊരു തെറ്റ് ചെയ്തിട്ടല്ല. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഹാജരായിട്ട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ക്വസ്റ്റ്യനോ? ശരിക്കും അതാ സൗദിയുടെ ഉപ്പ ഞെട്ടുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.